59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് പുരസ്കാരം. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഛത്തീസ്ഗഡിൽ നിന്ന് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം. റിജിത്ത് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡ് സ്വദേശിയാണ് അദ്ദേഹം. ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടിയാണ് അദ്ദേഹം എന്ന പ്രത്യേകതയും ഈ തവണത്തെ പുരസ്കാരത്തിലൂടെ ഉണ്ട്. ചെറുകഥാകൃത്ത്, കവി, ഉപന്യാസകാരൻ തുടങ്ങിയ മേഖലകൾക്കൊപ്പം തന്നെ സമകാലിക പ്രസിദ്ധീകരണങ്ങളിൽ സ്ഥിരമായി എഴുതുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് അദ്ദേഹം. ഹിന്ദി സാഹിത്യ മേഖലയിൽ സ്ഥിര സാന്നിധ്യമായി തന്നെ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. പുരസ്കാരം ലഭിക്കുന്ന 12ാമത്തെ ഹിന്ദി സാഹിത്യകാരനാണ് ശുക്ല എന്ന പ്രത്യേകതയുമുണ്ട്. 11 ലക്ഷം രൂപയും സരസ്വതി വിഗ്രഹവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം. പ്രതിഭ റേയുടെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ മാധവ് കൗശിക്, ദാമോദർ മൗസോ, പ്രഭാവർമ്മ, അനാമിക, എ കൃഷ്ണറാവു, പ്രഫുൽ ഷിദേദാർ, ജാംഗി പ്രസാദ് ശർമ്മ ഒപ്പം തന്നെ ജ്ഞാനപീഠം ഡയറക്ടർ മധുസൂദനൻ ആനന്ദ് എന്നിവരടങ്ങുന്ന സമിതിയാണ് ഇത്തവണത്തെ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.